പെരുന്നാളായിട്ട് രാവിലെ തന്നെ ബിരിയാണീൻ്റെ പരിപാടിയിലായിരുന്നു ഞാൻ. ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നത്. ഞാൻ അധികം ഒന്നും അങ്ങനെ വെക്കാറില്ല. പിന്നെ വെക്കേണ്ടി വന്നാൽ വെക്കുക, അത്രേ ഉള്ളൂ. അധികം ക്വാണ്ടിറ്റിയിലൊന്നും വെച്ചിട്ടുണ്ടായില്ല. പക്ഷെ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. സ്വയം പൊക്കല്ല. പിന്നെ മോനും അനുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അനുമോനെ മാളിക്കുന്നൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പോൾ അങ്ങനെ ജസ്റ്റ് ചോറും കൊടുത്ത് വിട്ടു. ആൾക്കൊക്കെ നല്ലോണം ഇഷ്ടമായി. മോനും ടീംസ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പോകുന്നത്. ഒന്നാം പെരുന്നാൾ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ഒന്ന് നേരത്തെ വന്ന് പോയിട്ടോ. പിന്നെ ഉപ്പിയും സമതൊക്കെ വന്ന് ചോറ് വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും ചോറ് തിന്നു കേട്ടോ. അപ്പം നമ്മൾ ഒന്നാം പെരുന്നാൾ ഇവിടെ കൂടിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. മാളിക്കുന്നിലൊന്നും ഒന്നാം പെരുന്നാൾ ഉണ്ടാക്കണേ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് ഇറങ്ങിയിട്ടുണ്ട്. നേരെ മാളിക്കുന്നിലെത്തി. ചെന്നപാടെ ഫുഡ് കഴിക്കാനുള്ള ഗ്യാപ്പൊന്നുമില്ല. അതേ വന്നവരൊക്കെ പോകുന്നുണ്ട്. മോനിൻ്റെ ഫ്രണ്ട്സും പോലെ മക്കളൊക്കെയാണ്. പിന്നെ നമ്മൾ വന്നപ്പോഴത്തേക്കും ഇവർ എല്ലായിടത്തെ കറക്കവും കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. എല്ലാ പെരുന്നാൾക്കും ഞാനും ഉണ്ടാവുന്നതാണ്. ഇപ്രാവശ്യം എനിക്ക് കൂടാൻ പറ്റിയില്ല. സ്വന്തം വരായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വെക്കാതെ അങ്ങോട്ട് വരാൻ പറ്റിയില്ല. അപ്പം എനിക്ക് ഒന്നാം പെരുന്നാൾക്കത്തെ കറക്കം ജസ്റ്റ് മിസ്സായി. ഞങ്ങൾ എല്ലായിടത്തും പോണതാണ്. ഞാൻ എന്തായാലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതെനിക്ക് ജസ്റ്റ് മിസ്സായി. പിന്നെ നമ്മളെ ചേച്ചിയും അമ്മയും ശ്രുതി ചേച്ചി എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായി. ഓരൊക്കെ പോകുന്നതിന് മുൻപ് എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മോനുവിൻ്റെ ഓഫീസിലെ സ്റ്റാഫുകളാണ്. പോലും ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പോകാനുണ്ടോ. പിന്നെ അവിടെ നിന്നുള്ള ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തെവിടെയും പിന്നെ പോയില്ല. അപ്പോൾ ഫുഡായിട്ട് ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ മന്തി, ബീഫ് ഇതുപോലെ വരട്ടിയതുണ്ടായിരുന്നു. ഫ്രൈ ചെയ്തെടുത്തതായിരുന്നു. പിന്നെ പാലട പായസം കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി ഞങ്ങൾ പടക്കം പൊട്ടിക്കുകയാണ് ഗൈസ്. കുഞ്ഞാലും നല്ല വെറൈറ്റി പടക്കങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി ഞങ്ങൾ ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്ത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ടൂറും കാര്യങ്ങളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ.